വീട് ഏകദേശം ജപ്തിയിലെത്തിയിരിക്കുകയാണ് അല്ലേ? എത്ര ലക്ഷം അടയ്ക്കാനുള്ളത്? 9.5 ലക്ഷം രൂപ അടയ്ക്കണമെന്നിരിക്കുകയാണ്. ഫ്ലവേഴ്സ് വഴി ഒരു ക്രൗഡ് ഫണ്ടിങ് നടത്തി പൈസ വന്നു ഉള്ളത് കൊണ്ട് കഞ്ഞി കുടിച്ച് പോകുന്ന ഒരു ജീവിതമായിരുന്നു നമ്മുടെ. എവിടം തൊട്ടാണ് ഒരു തകർച്ച തുടങ്ങിയത്? സ്റ്റേജിൽ രണ്ടുപേര് പാടാൻ പറഞ്ഞപ്പോ എന്താ കരുതേ? അതെനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. അതെനിക്ക് എപ്പം പറയുമ്പോഴായാലും സങ്കടം. ഭയങ്കര ഇഷ്ടമാണ് പാട്ട് പാടാൻ. എൻ്റെ സൗണ്ട് കൊണ്ട് എനിക്ക് പറ്റുന്നില്ല. അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ കൊടുക്കാണ്ടിരുന്ന് അവര് കിടന്ന് നമുക്ക് പൈസ വന്നു തുടങ്ങി എന്നുള്ള ചിന്തയിൽ ചേട്ടൻ വണ്ടി ഓടിക്കൊണ്ടിരുന്നപ്പം പൈസ തിരിച്ചു കൊടുക്കുന്നില്ലെന്നും പറഞ്ഞ് വണ്ടി തടഞ്ഞു നിർത്തി ചേട്ടന്റെ താക്കോല് മേടിച്ച് ഊരി അയാളങ്ങ് വീട്ടിൽ കൊണ്ടു. എന്താണ് ഏറ്റവും വലിയ ആഗ്രഹം? ഒരു പ്ലേ ബാക്ക് സിംഗർ ആണ്. വീട്ടിലെ കടങ്ങളൊക്കെ തീർക്കണം. അത് പിന്നെ സൗന്ദര്യമാണു നീ നമ്ര ശ്രീശ്വരായി നിൽപ്പൂ നിൻ മുന്നിൽ കമ്ര നക്ഷത്ര കന്യകൾ. ഇംഗ്ലീഷ് കഫേ വഴി ലോകത്തെവിടെ നിന്നും ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ വാട്സാപ്പ് വഴി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്യും. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. ഇന്ന് നമ്മൾ നിൽക്കുന്നത് വലിയൊരു കലാകാരൻ്റെ, ഒരു കൊച്ചു കലാകാരൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു വലിയൊരു കലാകാരൻ്റെ. നമ്മളെല്ലാവരും ഒരു ടൈമിൽ നമ്മുടെ സ്വീകരണ മുറിയിൽ ടി വിയുടെ മുമ്പിൽ നമ്മളെ പിടിച്ചിരുത്തിയിട്ടുള്ള ഒരു പ്രോഗ്രാം. ആ പ്രോഗ്രാമിൽ ഫൈനലിസ്റ്റിൽ എത്തിയ നമ്മുടെ സ്വന്തം ആര്യനാണ്. ആര്യൻ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം, ടോപ്പ് സിംഗർ സീസൺ 4 നമ്മളെല്ലാവരും ഞെട്ടിച്ച നമ്മുടെ ആര്യൻ്റെ വീട്ടിലാണ് നമ്മളുള്ളത്. അപ്പോൾ ആര്യൻ്റെ കുറച്ച് വിശേഷങ്ങളുണ്ട്. നമ്മൾ വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും കണ്ട ആ ആര്യൻ്റെ പുറകിൽ ഒരുപാട് നമ്മളറിയാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ അറിഞ്ഞാണ് നമ്മളിന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. നമുക്കെല്ലാവരും നമ്മൾ നെഞ്ചോടേറ്റി ആ കലാകാരനും ആ കലാകാരൻ്റെ ഫാമിലിയും ഇപ്പോൾ നമ്മുടെ മുമ്പിലുണ്ട്. അവരുടെ കുറച്ച് വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം. നമസ്കാരം, വെൽക്കം ടു യുവർ ഷോ. അരിക്കുട്ട, എന്താണ് വിശേഷമൊക്കെ? സ്കൂളൊക്കെ പൂട്ടിയില്ലേ? ഇപ്പൊ എത്രയിലേക്കായി? 7 അല്ലേ? എന്തായാലും ഞങ്ങളെയൊക്കെ ഞെട്ടിച്ച ഒരാളാണ് ഇരിക്കുന്നത് മുമ്പിൽ. ഇപ്പൊ പ്രോഗ്രാമുകളൊക്കെ എങ്ങനെ പോകുന്നു? പ്രോഗ്രാം 2-3 ഉണ്ട്. പിന്നെ ഇപ്പൊ ഒന്നും ആയിട്ടില്ല. എല്ലാം പ്രോഗ്രാമുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് അല്ലേ? ഓക്കെ. ഈ സീസൺ 4 ആ ഒരു പ്രോഗ്രാം അത് കഴിഞ്ഞിട്ട് അവിടുന്ന് നമ്മുടെ ശ്രീകണ്ഠൻ സാറും എല്ലാവരും നിന്ന് വലിയൊരു മൊമെന്റും ഒക്കെ തന്നു. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെന്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രോഗ്രാമുകളും ആൾക്കാരൊക്കെ ഇങ്ങനെ കാണാനൊക്കെ വരുമായിരുന്നു. പിന്നെ നമ്മളെ കുറച്ച് ജില്ലയിൽ നിന്നൊക്കെ കാണാനൊക്കെ വരുമായിരുന്നു. ഓ, വലിയ ആളായി, നാട്ടിൽ മൊത്തം അറിയപ്പെടുന്ന ഒരാളായി. ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ ആര്യൻ്റെ വീട് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം. നമ്മുടെ നാട്ടിലെ പയ്യനാണെന്ന് പറയാ. എന്തായാലും സന്തോഷം കാണാൻ പറ്റിയല്ലേ കേട്ടോ. പാട്ടൊക്കെ പഠിക്കുന്നില്ലേ ഇപ്പോഴും? അമ്മയല്ലേ പഠിപ്പിച്ചേരുന്നേ? അമ്മ പഠിപ്പിച്ചേനെ. ഇനി അടുത്തടുത്ത റിയാലിറ്റി ഷോസിലേക്കൊക്കെ ട്രൈ ചെയ്ത് തുടങ്ങിയില്ലേ? കാരണം ഒരു ആരുടെ ഒരു ഫാൻ ബേസ് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നമുക്ക് ഇനിയും കാണണം അല്ലെ? എല്ലാവരെയും കാണണം. ആരുടെ അച്ഛൻ സുരേഷ് ഏട്ടാ നമസ്കാരം. അല്ലെ ശിവചേച്ചി നമസ്കാരം. ഇതിന്റെ പുറകില് ഇപ്പൊ ഇതെല്ലാം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പുറകിലൊരു വലിയ കഥയാണ്. നമ്മൾ അതാണ് മെയിനായിട്ടൊന്ന് ഫോക്കസ് ചെയ്യുന്നത്. ആദ്യം വീട് ഏകദേശം ജപ്തിയിലെത്തിയിരിക്കുകയാണ് അല്ലേ? എന്ന് വരെയാണ് ബാങ്ക് സമയം തന്നത്? ഏപ്രിൽ 15 വരെ. ഏപ്രിൽ 15 വരെയാണ് സമയം തന്നേക്കുന്നത്. എത്ര ലക്ഷം അടയ്ക്കാനുള്ളത്? ഇപ്പോൾ 4 ലക്ഷം രൂപ എടുത്തതാണ്. ഇപ്പം 9.5 ലക്ഷം രൂപ അടയ്ക്കണമെന്നിരിക്കുകയാണ്, പലിശ ഉൾപ്പെടെ. മാക്സിമം അവധിയാണോ ബാങ്ക്? 15-ാം തീയതി വരെ. അത് കഴിഞ്ഞ ഒരു ജപ്തി നടപടിയിലേക്ക് സ്വീകരിക്കുന്നവർ പറയുന്നത്. ഇപ്പം നമ്മളിപ്പോ എന്താണ് ഒരു തയ്യാറെടുപ്പ് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ ഇതുവരെ? ചാറ്റ് ചെയ്ത് കുറച്ച് പൈസ നമ്മുടെ കയ്യിലുണ്ട്. ഒരു 3,000 രൂപ കയ്യിലുണ്ട്. 3,000 രൂപ പൈസ കിട്ടിയാൽ മതി. ഇനിയും ഒരു 7 ലക്ഷം രൂപ അടുത്ത് വേണം നമുക്ക് ഫ്ലവേഴ്സ് വഴി ഒരു ക്രൗഡ് ഫണ്ടിങ് നടത്തി കുറച്ച് പൈസ വന്നു. അത് നമ്മുടെ കയ്യിലുണ്ട്. അത് അധികം പൈസ വന്നില്ല. അപ്പോൾ അധികം പൈസ ഒന്നും വന്നില്ല. 72,950 രൂപ. 72,000 രൂപയാണെന്ന് തോന്നുന്നു. അത് വന്ന് പിന്നെ എൻ്റെ അക്കൗണ്ടിൽ ഒരു 50,000 രൂപ ആദ്യം ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിനൊക്കെ ഒരാൾ ഇട്ട് തന്നു. പിന്നെ അവിടെ തന്നെ പാടുന്ന ഒരു കുട്ടിയുടെ അച്ഛൻ ഒരു 50,000 രൂപ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അവിടെ ടോപ്പ് സിംഗർ നിൽക്കുന്ന സമയത്ത് ഞാൻ മറിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് കുറച്ച് ഹോസ്പിറ്റൽ ചെലവൊക്കെ ആയിട്ട് ആ പൈസകൾ കുറെ ചെലവായി. ഇപ്പൊ എൻ്റെ കാലൊക്കെ ഒടിഞ്ഞായിരുന്നു. ഡിസ്കിനൊക്കെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് നടന്നൊക്കെ തുടങ്ങിയപ്പോൾ തന്നെ ഒരു 3-4 മാസമായിരുന്നു. അപ്പൊ അങ്ങനെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് പൈസകൾ അങ്ങനെ ചെലവായി. അങ്ങനെ വീണായിരുന്നു.
അപ്പൊ എനിക്ക് കാല് ഒടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ടേക്കുമായിരുന്നു. അവിടെ ഏത് ഈ അവിടെ ടോപ്പ് സിംഗർ നടക്കുന്ന അവിടെ വെച്ച് അവിടെ വെച്ച് ആരുടെ കൂടെ വീണ 2ാമത്തെ നിലയിന്ന്. അങ്ങനെ കുറച്ച് പിന്നെ ഇവിടെ നോക്കാനൊന്നും, ഇവിടെ ഇപ്പം വീട്ടിൽ വന്നാലും നമുക്ക് നിൽക്കാനൊന്നും പറ്റത്തില്ല. അമ്മ വയ്യാണ്ട് കിടക്കുക. പിന്നെ എൻ്റെ ചേച്ചി അപ്പുറത്ത് താമസിക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചിയുടെ അമ്മായിയമ്മയും വയ്യാണ്ടിരിക്കുന്ന, അമ്മയെ നോക്കുന്നുണ്ട്. അപ്പം എന്നെയും കൂടെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞാൻ അവിടെ തന്നെയാണ് നിന്നത്. അപ്പോൾ അവിടെ നിന്ന് അവർ ഷൂട്ട് കഴിഞ്ഞ് വീട്ടിൽ പൊക്കോളാൻ പറയുമ്പോൾ നമ്മൾ ഇതേപോലെ വണ്ടി പിടിച്ച് നമ്മൾ വീട്ടിൽ വരുമായിരുന്നു. വീണ്ടും അവർ വിളിക്കുമ്പം തിരിച്ചു പോവും. അങ്ങനെ ചേട്ടൻ അവിടെ വന്ന് നിൽക്കായിരുന്നു. അങ്ങനെ നമുക്ക് കുറേ ചിലവ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ കിട്ടിയ ആ പൈസ ആ ഒരു വഴിക്ക് അങ്ങനെ ചിലവായിക്കൊണ്ടിരുന്നു. പിന്നെ ലാസ്റ്റൊക്കെ മോന് ഫിനാലൊക്കെ ആയപ്പോഴാണ് ഈ 72,990 അവർ തരുന്നത്. അത് കൊണ്ടുവന്ന് നമുക്കിവിടെ പുറത്ത് ചെറിയ കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പലിശ കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അവർ ഭയങ്കര പ്രശ്നമായിരുന്നു. അങ്ങനെ അത് കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും വിചാരിച്ചിരുന്നത് പ്രശ്നങ്ങളെല്ലാം തീർന്നു അന്ന്, അങ്ങനെയാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. പക്ഷേ 72,000 രൂപയോളം ചിലപ്പോൾ അതായിരിക്കും ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവുക ക്രൗഡ് ഫണ്ടിങ്ങിൽ. ഇപ്പൊ നേരിട്ടോണ്ടിരിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വരുന്ന ദിവസങ്ങളിലേക്ക് നമ്മൾ ജപ്തിയിലേക്ക് എത്തിയാണ്. അവര് മാർച്ചായിരുന്നു നമുക്ക് ആദ്യം തന്നിരുന്നത്. അദാലത്ത് വ്യവസ്ഥയിൽ ഈ 9,45,000 കുറച്ച് ഒരു മാക്സിമം കുറച്ച് 7,30,000 ടോട്ടൽ അടയ്ക്കാൻ പറഞ്ഞു. അപ്പൊ അത് അടച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്രമാണം കയ്യിൽ തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ഒരു സമൂഹത്തിന് മുമ്പ് ഒരു ചാരിറ്റി പോലെ നമ്മളെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലൂടെ നമുക്ക് കിട്ടിയില്ല, ഇത്ര ഒരു പൈസ നമുക്ക് ഒപ്പിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ ആ ഡേറ്റും കഴിഞ്ഞു പോയി. അന്ന് ഞങ്ങൾ ബാങ്കിൽ പോയി ഞങ്ങൾ സംസാരിച്ചു. ഞങ്ങളുടെ കയ്യിൽ ആ ഒരു സമയത്ത് 2.5 ഉള്ളായിരുന്നു കൈവശം. അപ്പോൾ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു പലിശയെങ്കിലും അടയ്ക്കണമെങ്കിൽ 4,25,000 അടയ്ക്കണമെന്ന് പറഞ്ഞു. എങ്കിലേ പുതുക്കി തരാമെന്ന് പറഞ്ഞു 5 വർഷത്തേക്ക്. അപ്പൊ അത് നമ്മുടെ കയ്യിൽ ഒത്തിട്ടില്ല. അതാണ് നമ്മൾ തിരിച്ചു വന്നു. പിന്നിപ്പം April 15 വരെ തന്നിരിക്കുന്നത്. അതിനുള്ളിൽ പൈസ കൊണ്ട് അടയ്ക്കാൻ പറഞ്ഞിരിക്കും. എല്ലാവർക്കും പറയാവുന്നവരെ കൊണ്ട് മാക്സിമം പറയിപ്പിച്ചിട്ടുണ്ട്. എല്ലാരും കുറെ പേര് സഹായിച്ച എമൗണ്ടാണ് നമ്മളെ കയ്യിരിക്കുന്നത്. ഇപ്പൊ ഒരു കറക്റ്റ് ഒരു 3.5 ഉണ്ട്. ശരി. ഈ ശരിക്കും ഇപ്പൊ ഗവൺമെന്റ് ഒരു നിയമം വന്നിട്ടില്ലേ, ജപ്തി ചെയ്യാൻ പാടില്ല, ജപ്തി നടപടിയിലേക്ക് കടക്കാൻ പാടില്ല കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മള് സമൂഹത്തിൽ കാണുന്നുണ്ടല്ലോ, ചിലതൊക്കെ വീഡിയോസ് കാണുന്നുണ്ട് ഇങ്ങനെ. അത് ബാങ്കിൽ നിങ്ങൾ സംസാരിച്ചായിരുന്നു? ഇല്ല, അങ്ങനൊന്നും നമ്മൾ പറഞ്ഞു. നമുക്ക് സമയം എന്തെങ്കിലും തരണം. കാര്യം മോന് എന്തെങ്കിലും പ്രോഗ്രാമോ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കിട്ടുവാണെങ്കിൽ എന്തെങ്കിലും ഞങ്ങൾ അടച്ചു തീർക്കാന്നുള്ള രീതി അവരോട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അവര് പറയുന്നതെന്ന് വെച്ചാൽ ഡേറ്റ് വർഷങ്ങൾ കുറെ ആയതുകൊണ്ട് ഇപ്പൊ പലിശയെങ്കിലും അടച്ചാൽ നമുക്ക് പുതുക്കി തരാന്നാണ് അവര് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും ഇപ്പൊ വരുമാനം ചേട്ടൻ ഇപ്പൊ ഒരു ഓട്ടോ ഓടിക്കുന്നതാണ് ഏക വരുമാനം. പിന്നെ ഞാനിത് പഠിപ്പിക്കുന്നുണ്ട്, എന്നാലും ഓവറായിട്ട് എനിക്ക് പറ്റുന്നില്ല. സിസ്റ്റ് നിൽക്കുന്നത് കൊണ്ട് ഡോക്ടർ പറഞ്ഞു. അതാണ് ഇപ്പൊ പാട്ട് പാടാനൊന്നും പറ്റാത്തൊരവസ്ഥയിലേക്ക്. എനിക്ക് ഫിലിം സോങ്ങിന്റെ ആ ഒരു വോയിസ് ഒന്നും എനിക്ക് വരില്ല. ഇപ്പൊ നമ്മള് കർണാട്ടിക് പഠിക്കുമ്പോൾ നമുക്ക് കുറഞ്ഞ ശ്രുതിയിലായാലും നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. പക്ഷെ മറ്റേ വോയിസ് ഇല്ലാത്തതുകൊണ്ട് എനിക്കൊരു പ്രോഗ്രാം ചെയ്യാനോ ഒന്നും എനിക്ക് പറ്റുന്നില്ല. ശരിക്കും ഉള്ളത് കൊണ്ട് കഞ്ഞി കുടിച്ച് പോകുന്ന ഒരു ജീവിതമായിരുന്നു നമ്മുടെ. എവിടം തൊട്ടാണ് ഒരു തകർച്ച തുടങ്ങിയത്? തകർച്ച എന്ന് പറഞ്ഞാൽ ചേട്ടന് ഒരു ഫിനാൻസ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു കൂട്ടുകാരൻ്റെ ഒരു ചതിയിൽ പെട്ടതാണ്. വിശ്വാസത്തിൽ ഒരു വണ്ടി കച്ചവടം ചെയ്യാനായിട്ട് ഒരാളെ ഏർപ്പാട് ചെയ്ത് കൊടുത്തു. അപ്പൊ അതൊരു ഫോൺ നമ്പർ കൊടുത്തു എന്നുള്ളൊരു കേസാണ്. പക്ഷെ അവര് തമ്മിൽ പിന്നെ കച്ചവടം നടന്നു. ആ വണ്ടിയിൽ എന്തോക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, നമ്പറിലൊക്കെ എന്തോ പ്രശ്നങ്ങൾ. അങ്ങനെ അത് കേസായിട്ട് വന്നു. അങ്ങനെ ചേട്ടനെ വന്ന് പോലീസ് അങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. അവര് വിട്ടതാണ്. പിന്നെ രണ്ടാമത് വന്ന് ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞ് പിന്നെയും കൊണ്ടുപോയി. അതിന്റെ പുറത്ത് അവര് പോലീസുകാർ തന്നെ ഈ കോടതിയിലെ വേറെ കേസുകളും ഒക്കെ ചേട്ടനെ തലയിലാക്കി കൊടുത്തു. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഒരു 4 കോടതിയോളം അങ്ങനെ വന്നു. ഇന്നേ വരെ ഇപ്പൊ ചേട്ടനെ കുറിച്ച് നമ്മൾ അറിഞ്ഞ കാര്യം, നാട്ടിലെ ഒരാളോട് കയർത്ത് സംസാരിക്കാത്ത ഒരാളാണ്, ഒരു അനാവശ്യമായ ഒരു പ്രശ്നത്തിൽ നിൽക്കാത്ത ഒരാളാണ്. ഇത്ര ഒരു പ്രശ്നത്തിൽ പെട്ടപ്പോൾ ആളുകൾ ഇടപെട്ടില്ലേ? ആളുകൾ എന്ന് വെച്ചാൽ ഇവിടെ ചേട്ടന്റെ വീട്ടിലന്ന് വസ്തുവിന്റെ കുറച്ച് പ്രശ്നമൊക്കെ ആയിട്ട് ഒരു ഇത്തിരി വഴക്കായിട്ടിരിക്കുമായിരുന്നു. എങ്കിലും അവരുടെ അമ്മയും സഹോദരങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു, ഇതിന്റെ കാര്യങ്ങൾക്കൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ അവരും വലിയ സാമ്പത്തികം ഒന്നും ഉള്ളവരൊന്നും അല്ല. പിന്നെ ഇവിടെയൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടായിരുന്നു, ഇവിടുത്തെ പാർട്ടിക്കാര് എല്ലാരും കൂടെ ഒക്കെ ഇടപെട്ടൊക്കെ തന്നെയാണ് ഇറക്കിയത്. ശരിക്കും അതിന് വേണ്ടിട്ട് പൈസ അടയ്ക്കാൻ വേണ്ടിട്ടാണ്. ഞാൻ മാത്രമായിരുന്നു ഇതിന്റെ കാര്യങ്ങൾക്ക് നടന്നുകൊണ്ട് വക്കീലന്മാര് ഇങ്ങനെ കുറെ പൈസകള് അങ്ങനെ ഹൈക്കോടതി കെട്ടി വെക്കണം അങ്ങനെയൊക്കെ പറഞ്ഞ് എൻ്റെ കുറെ പൈസകൾ ഇങ്ങനെ അവര് പറ്റിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ ഗോൾഡുകളൊക്കെ തന്നെയാണ് പണയം വെച്ച് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഏകദേശം 2 ലക്ഷം രൂപയോളം ഗോൾഡ് പണയായിട്ട് പിന്നെ ഇതെല്ലാം കൂടെ ഒതുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലോണിന്റെ ഒരു കാര്യത്തിലോട്ട് പോകുന്നത്.
അങ്ങനെ പോയി കഴിഞ്ഞിട്ട് നമ്മുടെ ഈ വീട് ഇപ്പം ഇങ്ങനെ അന്നേ ഈ നനവ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ വിചാരിച്ചു ബാക്കി കടം തീർത്തിട്ട് 1 ലക്ഷം രൂപയും കൂടെ എടുത്ത് എന്തെങ്കിലും മേളിൽ മെയിൻ്റെനൻസ് അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ നിൽക്കുമെന്ന് ഒരു ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ് അങ്ങനെ അതിന്റെ കെയർ ഓഫ് നമ്മൾ അതും ചെയ്തു. പക്ഷെ അതിനുശേഷം ഇഷ്ടം പോലെ നനവാകുമായിരുന്നു. മഴ പെയ്യുമ്പോഴൊക്കെ വെള്ളം ഇറങ്ങുന്നുണ്ട് എല്ലാ കാര്യത്തേക്ക്. പിന്നെ അതിനുശേഷമൊക്കെയാണ് ഞാൻ മോന് ഇത് പ്രഗ്നന്റ് ആവുകയും എനിക്ക് ഹെർണിയുടെ പ്രശ്നം അങ്ങനെയൊക്കെ വന്നിട്ട് കുറേ ശ്വാസം മുട്ട് കാര്യങ്ങൾ, വോമിറ്റിങ്, ഭയങ്കര ഹെൽത്ത് പ്രോബ്ലം ആയിരുന്നു. അങ്ങനെ പിന്നെ ഇവിടെ ഹോസ്പിറ്റലിൽ തന്നെ ICUലൊക്കെ ഞാൻ ഒരുപാട് കിടന്നിട്ടുണ്ട്. അങ്ങനെ ഈ പണയം ഇവിടെ എടുത്തോണ്ട് വെച്ചിരുന്ന ഗോൾഡ് തന്നെ വീണ്ടും വീണ്ടും പണയമാവുമായിരുന്നു. നമ്മൾ ഈ കടം വാങ്ങിയിട്ട് ഈ ബാങ്കിൽ നിന്ന് എടുത്ത ഗോൾഡ് തന്നെ വീണ്ടും വീണ്ടും പണയമായി. പിന്നെ അത് നമുക്ക് ഒരിക്കലും എടുക്കാൻ വയ്യാത്ത അവസ്ഥയിലോട്ട് പോയി. പിന്നെ അതെല്ലാം പോയി, പലിശ പോയി. ചേട്ടന് വേണ്ടിയിട്ട് എടുത്തപ്പോൾ ആദ്യത്തെ ട്രിപ്പ് നമ്മൾ മാക്സിമം ലോൺ അടയ്ക്കുന്നുണ്ടായിരുന്നു. പലിശ അടച്ച് ലാസ്റ്റ് ഒരു 87,000 രൂപ വന്ന സ്ഥാനത്താണ് നമ്മളിത് പുതുക്കി വെക്കുന്നത് 2006. പിന്നെ അതിനുശേഷം എനിക്ക് ഈ ഫൈബ്രോയിഡിന്റെ ഒക്കെ കുറച്ച് പ്രശ്നങ്ങൾ, കാര്യങ്ങൾ, സർജറി അങ്ങനെയൊക്കെ വന്നതിന്റെ പുറത്തും പിന്നെ അമ്മ മറിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളുണ്ടായിരുന്നു. അമ്മ ഇപ്പൊ കിടപ്പാണ്, എണീക്കത്തില്ല. അങ്ങനൊക്കെ കുറെ നമുക്ക് പറ്റാണ്ട് ഒരു ബാങ്കിലോട്ട് ചെന്ന് നോക്കാൻ പറ്റാണ്ട ഒരു അവസ്ഥയായി പോയി. ഇപ്പൊ ഈ ബാങ്ക് ലോൺ അല്ലാതെ പുറമേ കടങ്ങളുണ്ടോ? ഇപ്പൊ ഇല്ല. ഞങ്ങളത് എല്ലാരും രണ്ടുപേരും കൂടെ ജോലി ചെയ്ത് പുറത്തുള്ള കടങ്ങളെല്ലാം വീട്ടിൽ തീർത്ത്. ഇനിയിപ്പോ ബാങ്ക് ലോൺ ആണ്. വീടും കൂടി ഒന്ന് സംരക്ഷിച്ച് കിട്ടിക്കഴിഞ്ഞാൽ അതാ നമുക്ക് ഇത് കൂട്ടിയാ കൂടുന്നില്ല. ബാങ്ക് ലോൺ എന്ന് വെച്ചാൽ വലിയ എമൗണ്ട് അല്ല, നമ്മൾ കൂട്ടിയാ കൂടുന്നില്ല. അതുകൊണ്ടാണ് ശരിക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ എല്ലാവരും വിചാരിച്ചേക്കുന്നത് അന്ന് ആ ഒരു സംസാരത്തോടു കൂടി വലിയൊരു ഫണ്ട്, ഒരു ഹ്യൂജ് എമൗണ്ട് അക്കൗണ്ടിൽ വന്നെന്നും നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നെന്നുമായിരുന്നു. പക്ഷെ വളരെ ചെറിയൊരു എമൗണ്ട് ആണ് അത് വന്നതെന്ന് പിന്നീടാണ് ആളുകൾ അറിഞ്ഞു തുടങ്ങിയത്. അപ്പോഴത്തേക്ക് ഇത്രയും വർഷങ്ങളും കഴിഞ്ഞു. ഇപ്പൊ കടങ്ങൾ വീണ്ടും പലിശ കൂടിക്കൊണ്ടിരിക്കുന്നു. ബാങ്ക് ഒരു തരത്തിലും ഇനി മുമ്പോട്ട് പോകാൻ അവർ സമ്മതിക്കുന്നില്ല, സഹകരിക്കുന്നില്ല. ആ അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. എന്തായാലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും അവസ്ഥ ഇതാണ് ഇപ്പോഴത്തെ. ഈ ഒരു ചേട്ടൻ ഓട്ടോ ഓടിച്ചിട്ടാവുന്ന വരുമാനത്തിലാണ് ഇപ്പോൾ ഈ കുടുംബം പോകുന്നത്. പാട്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്നിരുന്ന ശിവേച്ചിക്ക് പോലും ഇപ്പോൾ പറ്റാത്തൊരവസ്ഥയിലാണ്. ത്രോട്ടിലൊരു സിസ്റ്റ് വന്നത് മൂലം. ഇതാണ് അവസ്ഥ. ഇതാണ് ഇപ്പോൾ ആരിൻ്റെ ഫാമിലി അനുഭവിക്കുന്ന അവസ്ഥ. നമ്മൾ പലരും വിചാരിച്ചിരുന്ന അവസ്ഥകളെല്ലാം തെറ്റാണത്. എന്തായാലും നമുക്ക് നോക്കാം വരുന്നുള്ള ദിവസങ്ങളിലേക്ക് ഏതെങ്കിലും നമ്മൾ പറയില്ലേ ദൈവം പ്രത്യക്ഷപ്പെടും ഏതെങ്കിലും രൂപത്തിലെന്ന്, അങ്ങനെ വരും എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഇടയിലെല്ലാം ഇപ്പം എന്തായാലും മോൻ്റെ സംഗീതം മോന് കിട്ടിയിരുന്ന ഏറ്റവും വലിയൊരു വരദാനമാണ്, എന്താ പറയുക, അനുഗ്രഹമാണ്. ഇത്രയധികം ജഡ്ജസ്മാർ, നമ്മളെല്ലാവരും ആരാധിക്കുന്ന ഒരുപാട് ജഡ്ജസ്മാർ നല്ല നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞ ഒരാളാണ്. അപ്പോൾ മോൻ്റെ മുമ്പോട്ടുള്ള വിദ്യാഭ്യാസത്തിലും പാട്ടിനെ കുറിച്ച് ഇപ്പൊ തുടർന്ന് പഠിക്കുന്നതിനും അതിനുള്ള ഒരു ആശങ്കയുണ്ടോ? മോനെ എനിക്ക് പുറത്ത് പഠിപ്പിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. കാര്യം എനിക്കിപ്പോ എന്റെ ത്രോട്ട് പ്രശ്നം ആയതുകൊണ്ട് എനിക്ക് ഹൈ വോയിസ് ഒക്കെ എടുക്കാനും ഇവനിപ്പോ ഫിലിം സോങ് ആയാലും എനിക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അത്രയും വോയിസ് ഹൈ പോവാൻ പാടാണ്. മേളിലോട്ട് ഇല്ല. മേളിലോട്ട് നമ്മൾ എടുക്കുമ്പോൾ നല്ല കാറ്റ് പോലെ ഒരു സൗണ്ടാ വരുന്നത്. ഭയങ്കര ഇടർച്ചയും അങ്ങനെയാ വരുന്നത്. അപ്പൊ ക്ലാസിക്കൽ പഠിക്കുമ്പോൾ ഞാൻ ഒരു ശ്രുതി കുറച്ചൊക്കെയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ശരി. അങ്ങനത്തെ സ്റ്റേജിൽ രണ്ടുപേരും പാടാൻ പറഞ്ഞപ്പോ എന്താ കാര്യം? അത് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. അതെനിക്ക് എപ്പം പറയുമ്പോഴായാലും സങ്കടമാണ്. ഭയങ്കര ഇഷ്ടമാണ് പാട്ട് പാടാൻ. പക്ഷെ എൻ്റെ സൗണ്ട് കൊണ്ട് എനിക്ക് പറ്റുന്നില്ല. എൻ്റെ അമ്മ അച്ഛനും ആയാലും ഒരുപാട് ആഗ്രഹിച്ച് എന്നെ പഠിപ്പിച്ചതാണ്. പക്ഷെ ജീവിത സാഹചര്യങ്ങളും കൊണ്ട് എങ്ങും എത്തിയിട്ടില്ല, എന്നും പറ്റിയിട്ടില്ല. അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറെ നാൾ തന്നെ ഞാൻ ഈ പഠിത്തവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, പഠിപ്പിക്കത്തൊന്നും ഇല്ലായിരുന്നു. പിന്നെ എൻ്റെ മോൻ പാടി തുടങ്ങിയപ്പോൾ ഒരു സന്തോഷമായിരുന്നു. എനിക്ക് കിട്ടാതെ പോയല്ല, അവന് കിട്ടുമെന്നൊരു പ്രതീക്ഷ ഒരു മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അല്ല, അതങ്ങനെ അല്ല. ഞാനത് പറയുമ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടിരുന്നു. എനിക്ക് അത്രയ്ക്ക് ജീവനാണ് പാട്ടെന്ന് പറഞ്ഞാൽ, എനിക്ക് അത്രയ്ക്ക് ജീവനാണ്. മനസ്സിലായി. ഇനിയിപ്പോ ഞാൻ പറയട്ടെ, ഇപ്പൊ അത് നമുക്ക് ഈ സിസ്റ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പഴയ ശബ്ദത്തിലേക്ക് എത്തില്ലേ? എത്തുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷെ എന്നാലും ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. എന്റെ ത്രോട്ട് ഇങ്ങനെ ആയതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മുടെ അവസ്ഥ കൊണ്ടാണ് നമ്മൾ എടുക്കുന്നത്. നിങ്ങൾ വിഷമിക്കണ്ട കേട്ടോ. വിഷമിക്കേണ്ടെന്ന് പറയാൻ ഞാൻ ആളല്ല, കാരണം എനിക്ക് അവസ്ഥ മനസ്സിലാവും. അല്ല, പാട്ടിന്റെ കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പാടാൻ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ആ സൗണ്ട് ഓർത്ത് ഞാൻ എപ്പോഴും കരയാറുണ്ട്. എൻ്റെ സൗണ്ട് ഇപ്പൊ എനിക്ക് അങ്ങനെ വരുന്നില്ല.
എല്ലാവർക്കും ലൈഫിൽ ഒരു ഗ്രാഫ് ഉണ്ട്, കയറി ഇറങ്ങി പോരും, കഷ്ടപ്പാടിലേക്ക് പോകും, പിന്നെ അവിടെ നിന്ന് ഉയർന്നു വരും. എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. ചിലവരാണ് പകുതിക്ക് വെച്ചിട്ട് ഓരോ മണ്ടത്തരങ്ങൾ കാണിച്ച് അത് അവിടെ നിർത്തുന്നത്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ജീവിക്കണം, മുമ്പോട്ട് തുടർന്ന് നല്ല ഒരുപാട് സ്വപ്നങ്ങളായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉറപ്പായിട്ടും ഈ സമയം കടന്നു പോകുന്ന പറയുന്നത് വെറുതെ ഇല്ല, ഇതൊക്കെ മാറും. ഇതാ അടുത്ത ആൾ ഇവിടെ എത്തിയിട്ടുണ്ട് അല്ലേ, തകർക്കൂലേ നമ്മള്. പിന്നെ അല്ല, ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ മാറ്റിക്കൊടുക്കും അല്ലേ. അതെ, ഒന്ന് കുറച്ചും കൂടി ഒന്ന് പൊക്കം വെക്കാനുണ്ട് അല്ലേ. അതെ, കുഞ്ഞു കൊച്ചാന്ന് എല്ലാരും പറയുന്നത്, അതാണ് ഇവിടെ പ്രശ്നം. നമുക്ക് സ്റ്റാർ സിംഗറിലൊക്കെ പാടണ്ടേ? ഇപ്പൊ എത്ര വയസ്സായി? ഇപ്പൊ എനിക്ക് 12 വയസ്സായി. 12 വയസ്സായി. എത്ര വയസ്സാ? 16 വയസ്സ്. നവംബർ ആവുമ്പോ 13 തുടങ്ങും. 13 അതായത് നമ്മൾ അവിടെ ഒരു വരവുണ്ട് അല്ലേ. എന്താണ് ഏറ്റവും വലിയ ആഗ്രഹം ആര്യക്കുട്ടന്റെ? എനിക്കൊരു നല്ലൊരു പാട്ടുകാരനാവണം. നല്ല പാട്ടുകാരനായി. ഇനി അടുത്ത ആഗ്രഹം പറ. ഒരു പ്ലേ ബാക്ക് സിംഗർ ആവണം. പിന്നെ വീട്ടിലെ കടങ്ങളൊക്കെ തീർക്കണം. അത് പിന്നെ അത്രയൊക്കെ ഉള്ളു. പിന്നെ മോനിപ്പോ കഴിഞ്ഞ വീഡിയോയിലൂടെ അജിത്ത് കുമാർ എന്ന പ്രൊഡ്യൂസർ, അജിത്ത് സാറ്, നമ്മുടെ അജിത് വിനായക ഫിലിംസിന്റെ ഒരു പാട്ട് പാടിക്കാന്നൊരു ഓഫർ കൊടുത്തിട്ടുണ്ട് സാർ. അജിത് വിനായക ഫിലിംസിന്റെ ഇപ്പൊ പൊന്മാനാണ് ലാസ്റ്റ് ഇറങ്ങിയത്. ഇനി അടുത്ത പടത്തില് പ്ലേ ബാക്ക് സിംഗറും ആയപ്പോ ഉറപ്പിച്ചു. അജിത് വിനായക ഫിലിംസ് ഒക്കെ പറഞ്ഞാൽ വെറുതെ പറയില്ല. ആസിഫ് അലിയുടെ എന്തോ ഒരു സിനിമ കൂടെ കഴിഞ്ഞിട്ടാണെന്നാണ്. ഇപ്പൊ അടുത്ത ആസിഫ് അലിയുടെ ഏതൊരു പടം വരുന്നത്, അത് കഴിഞ്ഞിട്ടുള്ള പടത്തില്ലേ. അപ്പൊ നമ്മളെല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആര്യന്റെ പാട്ട് ഞങ്ങൾ ബിഗ് സ്ക്രീനിൽ കാണാൻ വേണ്ടിട്ട്. പിന്നെ അവരും കുറച്ച് പൈസ തന്നിട്ട് അവരും സഹായിച്ചിരുന്നു. 1 ലക്ഷം രൂപ തന്നായിരുന്നു. അതും കൂടെ ഒക്കെ കൂട്ടിയിട്ടാണ് ഇപ്പൊ നമ്മുടെ ഒരു 3 ലക്ഷത്തോളം ഇരിക്കുന്നത്. 3.5. ഇനി ഒരു 7 ലക്ഷം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പരിപാടി ഏകദേശം അവിടുത്തെ ക്ലോസ് ചെയ്യാം. എനിക്ക് അങ്ങനെ ക്ലോസ് ആഗ്രഹമൊന്നുമില്ല. പലിശയെങ്കിലും അടഞ്ഞാൽ മതി. എനിക്ക് വീട് നഷ്ടപ്പെടാണ്ടിരുന്നാൽ മതി. വീട് നഷ്ടപ്പെടാതിരിക്കാൻ ഇപ്പൊ നമ്മൾ എത്ര രൂപ അടയ്ക്കണ്ടേ? നമ്മളെ ഇനിയിപ്പോ ഒരു 75,000 രൂപയും കൂടെ ഉണ്ടെങ്കിൽ ഓക്കെ ആവും. 75,000 രൂപ ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ 3 എല്ലാ പൈസയും ആൾക്കാർ പിരിച്ചു തരണമെന്നല്ല പറയുന്നത്. ആ പലിശ അടച്ച് ആ ജപ്തിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി ഇവര് തന്നെ അടച്ച് തീർത്തോളാം തന്നെയാ പറയുന്നത്. എന്തായാലും വരും. കാര്യം നമ്മള് പുറത്ത് ഈ പൈസ പലിശക്ക് എടുക്കാനായിട്ട് നമ്മളിപ്പോ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ വീട് ഭയങ്കര ദാരിദ്ര്യാവസ്ഥയിലോട്ട് പോകും. ഡെയിലി 500 രൂപ വെച്ച് കൊടുക്കണം. അപ്പൊ ചേട്ടന് കൂടിപ്പോയ വണ്ടിയൊക്കെ ഓടിക്കൊണ്ടുവരുന്നു. ചിലപ്പോ 1000, ചിലപ്പോ ഓട്ടോ ഇല്ലാത്ത ദിവസം 800 അങ്ങനെ കൊണ്ട്. അപ്പൊ പിന്നെ വീട്ടുകാര്യങ്ങളുണ്ട്. പിന്നെ ബാങ്കിൽ ഇപ്പൊ പുതുക്കി വെച്ച് നമ്മൾ അടച്ചു തുടങ്ങണമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആകുമ്പോൾ നമ്മൾ ആകെ വീണ്ടും അടിയിലോട്ട് പോകുന്ന ഒരവസ്ഥയാവും. അപ്പൊ അത് എന്തെങ്കിലും ഒരു ഹെൽപ്പ് കിട്ടുമായിരുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകായിരുന്നു ലോൺ അടച്ച്. എല്ലാം വരും, എല്ലാം മാറും. നമുക്ക് ഇപ്പൊ എന്തായാലും ഒരുപാട് ആളുകൾ നമ്മുടെ പ്രോഗ്രാം കാണുന്നുണ്ടാവും. എന്തായാലും ഏതെങ്കിലും ഒരു നമ്മൾ പറയുന്ന പോലെ ഒരാളല്ല, ചിലപ്പോൾ പലവരും വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർക്കാവുന്ന പ്രശ്നങ്ങളതൊക്കെ. നമ്മൾ മലയാളികളുടെ ഏറ്റവും വലിയ പ്രത്യേകത, എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. അത് പല കാര്യത്തിലും നമുക്ക് തെളിവായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. എന്തായാലും ഒരു കലാകാരൻ്റെ ഒരു കുടുംബമാണ്. നമുക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ട ആര്യൻ്റെ ഫാമിലിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സറിഞ്ഞ് സഹായിച്ചു കഴിഞ്ഞാൽ ഈ ബുദ്ധിമുട്ട് ഇതൊരിക്കലും നമ്മളൊരു ചാനലിൽ കൂടി നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പൈസ വേണമെന്ന് പറയുന്നത് ഇതൊന്നും അല്ലട്ടാ. ഇത് നമ്മൾ ഈ അവസ്ഥ അറിഞ്ഞിട്ട് ഇവിടെ വന്നതാണ്. ഇതൊന്നും നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുണ്ടായിരുന്നു. കാരണം പലരും നമ്മൾ പല വഴിയിൽ അന്വേഷിക്കുമ്പോഴും പല രീതിയിൽ കമൻ്റൊക്കെ നോക്കുമ്പോഴും ഇവർക്ക് ഓൾറെഡി കുറച്ച് പൈസ ഓൾറെഡി വന്നിട്ടുണ്ടല്ലോ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇല്ല, വളരെ ചെറിയൊരു 72,000 രൂപയാണ് ഒരു ക്രൗഡ് ഫണ്ടിങ്ങിൽ വന്നത്. ആ 10 ലക്ഷം കടവുള്ളപ്പോൾ 72,000 രൂപ മാത്രം വന്നിട്ടുള്ളൂ. ഇപ്പോൾ എല്ലാം കൂടി കൂട്ടി ഒരു 3 ലക്ഷത്തോളം കയ്യിലുള്ളൂ. വീട് ജപ്തി ചെയ്യാൻ വേണ്ടി ഈ മാസം ഇപ്പോൾ അവർ വരാനിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇപ്പോഴത്തെ. എന്തായാലും അതെല്ലാം പറയും. ചേട്ടന് ഓട്ടോ ആയിട്ട് ടൗണിലൊക്കെ പോകുമ്പോൾ ആൾക്കാർ പറയാറുണ്ടല്ലേ, എന്തിനാ ഓട്ടോ ഓടുന്ന, ആവശ്യത്തിൽ കൂടുതൽ പൈസ വന്നിട്ടുണ്ടല്ലോ എന്ന് പറയാറുണ്ട്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്താ പറയുക അവരോട്? പറയാറില്ല. അവിടെ ടോപ്പ് സിംഗർ നിൽക്കുന്ന സമയത്ത് തന്നെ ചേട്ടന് ഈ ചെറിയ കടങ്ങൾ മോൻ്റെ ഡ്രസ്സിങ്ങിന് ആദ്യമൊക്കെ പോയപ്പോൾ നമ്മൾ പലിശക്കൊക്കെ വാങ്ങിച്ചിട്ടാണ് മോൻ്റെ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയത്. അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ കൊടുക്കാണ്ടിരുന്ന് അവർ കിടന്ന് ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം നമുക്ക് പൈസ വന്നു തുടങ്ങി എന്നുള്ള ഒരു ചിന്തയിൽ ചേട്ടൻ വണ്ടി ഓടിക്കൊണ്ടിരുന്നപ്പം പൈസ തിരിച്ചു കൊടുക്കുന്നില്ലെന്നും പറഞ്ഞ് വണ്ടി തടഞ്ഞു നിർത്തി ചേട്ടന്റെ താക്കോല് മേടിച്ച് ഊരി അയാളങ്ങ് വീട്ടിൽ കൊണ്ടുപോയി. പിന്നെ ചേട്ടന് വണ്ടി ഓടാൻ പറ്റിയില്ല. പിന്നെ ഞാൻ വേറെ പുറത്ത് കുറെ ആൾക്കാരുടെ അടുത്ത് കിടന്ന് പറഞ്ഞിട്ടാണ് പൈസ വാങ്ങിച്ച് അയാൾക്ക് കൊടുത്തിട്ട് പിന്നെ താക്കോല് വാങ്ങിച്ചത്. അതൊക്കെ നമ്മൾ സിനിമയിൽ കാണുന്നതാണ്. ഇതൊക്കെ ഇവിടെ നടക്കണ്ടല്ലോ ഇപ്പോഴും. എന്തായാലും എന്താ പറയുക, അവസ്ഥയാണ് മനുഷ്യൻ്റെ ഓരോരോ കാലഘട്ടം, ഓരോ ഘട്ടത്തിലൂടെ നമ്മളെല്ലാവരും കടന്നു വന്നുകൊണ്ടിരിക്കുക.
ഇതൊക്കെ മാറും. അതല്ലേ നമ്മൾ പറഞ്ഞേ, ഇപ്പൊ നമ്മൾ ആര്യയുടെ കാര്യം പറഞ്ഞേ. ഇപ്പൊ എന്തായാലും നമുക്ക് ഈ കാര്യങ്ങളിലെല്ലാം ഒരു പരിഹാരം ഉണ്ടാവട്ടെ എത്രയും പെട്ടെന്ന്. അമ്മയ്ക്ക് എന്താ പറ്റിയേക്കുന്നത്? അമ്മ വീണതാണ്, രണ്ടു വട്ടം വീണിട്ടുണ്ട്. ആദ്യം വീണ് എണീറ്റൊക്കെ ഒരു നടന്നയാ, പിന്നെ രണ്ടാമത് വീണപ്പോ നടുവിന് പ്രശ്നമായി. അപ്പൊ നമ്മളിപ്പോ താങ്ങി ഇരുത്തിയാ ഇരിക്കും വീൽ ചെയറിൽ. പിന്നെ എല്ലാ പ്രാഥമിക കാര്യങ്ങളെല്ലാം ഇത് തന്നെയാണ്, കട്ടില്ല. ശരി ശരി. അങ്ങനെയുള്ള പിന്നെ ഇപ്പം മെന്റലി ഓർമ്മയും പോയി, പരസ്പര വിരുദ്ധമായിട്ട് രാത്രിയെല്ലാം ഭയങ്കര നിലവിളിയും ബഹളവും ഒക്കെയാണ് ആള്. അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്യണമെന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്, പക്ഷെ ഒന്നിനും അങ്ങോട്ട് പറ്റുന്നില്ല. എല്ലാം അതിനും ഒരുപാട് ട്രീറ്റ്മെന്റിന് ഒരുപാട് പൈസ. നല്ല പ്രായം ഇത്രയായി എങ്കിലും അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ കാലിന്റെ ഒക്കെ എന്തെങ്കിലും ഫിസിയോതെറാപ്പി എന്തെങ്കിലുമൊക്കെ ചെയ്താ റെഡിയാവൂന്നൊരു ചിന്ത മനസ്സിലുണ്ട്. അങ്ങനെ പോലും നമുക്ക് ചെയ്യാനൊന്നും പറ്റുന്നില്ല. ശരി ശരി ശരി. എന്തായാലും എല്ലാം മാറി വരട്ടെ. നമ്മളും എല്ലാവരും കൂടെയുണ്ട്, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. മുമ്പോട്ടുള്ള യാത്രയിൽ എന്തായാലും ഇതിനെല്ലാത്തിനും ഒരു മാറ്റം വരും. ഈ പ്രശ്നങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് തീരട്ടെ. നമ്മളെല്ലാവരും ആഗ്രഹം അതാണ്. എന്തായാലും എല്ലാവരും ഇപ്പം നാട്ടിലും എല്ലാവരും പറയുന്നത് ഇപ്പോൾ തന്നെ ഈ ഒരു ചെറിയ 12 വയസ്സിൽ തന്നെ ഇത്രയും ആളുകളുടെ ഇടയിലേക്ക് ആരും എത്തിയിട്ടുണ്ട്. എന്താ പറയാ, എല്ലാവരും അതൊരു വലിയ കാര്യം തന്നെ. ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ അവന് ഇത്രയും വലിയൊരു ഷോയിൽ പാടാൻ പറ്റിയതും ഒരു വലിയ കാര്യം. ഓക്കെ. ഈ പാട്ട് പഠിക്കാൻ ആഗ്രഹം ചെറുപ്പത്തിൽ ആരും പ്രകടിപ്പിക്കുമായിരുന്നു? ഉണ്ട്, ഞാൻ തന്നെ പഠിപ്പിച്ചത്. അവൻ പാടുമായിരുന്നു. ഞാൻ മൂത്ത മോനെയാണ് പഠിപ്പിക്കാൻ ഇരുന്നത്, പക്ഷെ ഇവനാണ് പാടുന്നതെന്ന് എനിക്ക് മനസ്സിലായത്. മറ്റേ ആദ്യമായിട്ട് പാടി വേദി ഓർമ്മയുണ്ടോ? എവിടെയാണ്? അതിവിടെ നമ്മുടെ അമ്പലത്തിലാണ്. ഇവിടെ ഏർക്കത്തൊരു അമ്പലമുണ്ട്, വയലില് പൊതുമാടൻ ക്ഷേത്രം എന്ന് പറയും. സിനിമ പാട്ടാണോ പാടിയത്? സിനിമ പാട്ട്. അവിടെ ഒരു ഗാനമേള വന്നപ്പോ നമ്മള് പോയി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം എല്ലാരും പറ്റത്തില്ല എന്ന് പറഞ്ഞു. അന്ന് ഇവൻ ചെറുതായിരുന്നു, 1ാം ക്ലാസ്സിൽ പഠിക്കുമായിരുന്നു. അപ്പൊ ആള് പാടാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു മണി വരെ അവിടെ നിന്ന്. അപ്പൊ ഉറക്കമൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പൊ ആരും നമ്മുടെ ഇവിടുത്തെ നാട്ടുകാരായാലും ആരും ഒന്നും പറയുന്നില്ലായിരുന്നു. അവര് സമ്മതിക്കത്തില്ല എന്നാ പറഞ്ഞ കാര്യം, വേറെ ട്രൂപ്പുകാരല്ലേ, അപ്പൊ പാടിക്കത്തില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ ആള് വെയിറ്റ് ചെയ്ത് പാടണമെന്നും പറഞ്ഞ് ഇന്ന് ലാസ്റ്റ് അവര് പാടാൻ പറഞ്ഞു. അങ്ങനെയാണ് മോൻ അവിടെ ആദ്യം പാടുന്നത്. ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ, നമ്ര ശ്രീശ്വരായി നിൽപ്പൂ നിൻ മുന്നിൽ കമ്ര നക്ഷത്ര കന്യകൾ. ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ. ഇപ്പൊ കുറച്ചൊക്കെ മറന്നു, വരിയൊക്കെ ഓർമ്മയില്ല. പിന്നെ അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. അത് രാമകഥയുടെ ആ ഒരു സ്വരഭാഗം വരുന്നത് പാടിയിട്ട്. സാരി സരി സരി സാരി സരീരി നീനി രീരി നീനി മദനി സരി ഗരി രി ഗരി രി ഗരി രി ഗരി ഗാഗരീരി സരി ഗമ പാദ ബപ പദ ബപ പദ പപാദ സാസദ മദനി സാരി സരി സരി സാരി ഗാഗരീരി മദരിനി. ഇന്ദ്രധനുസ്സുകൾ നീട്ടി ദേവകളാദി നാമ ഗംഗയാടി രഘുപതി രാമജയം രഘുരാമജയം ശ്രീവരദവാക്യ ബിന്ദു ചൂടി സോദര പാതുക പൂജയിൽ ആത്മപദം പ്രണവം വിടന്നുലഞ്ഞുലഞ്ഞ സരയുവിൽ മന്ത്രമൃദംഗ തരംഗ സുഖം ശരവേഗ തീവ്ര താളമേ മാരുതിയാ ജലഗന്ധ സൂനധൂപ ദീപകലയായി മന്ത്രയന്ത്ര തന്ത്ര കലിതമുണരും സാവഗാന ലഹരിയോടെ അണയൂ രാമ ശ്രീരാമ രാമ രാമ. എന്റെ ദൈവമേ, എന്റെ ആരിക്കൂട്ടാ കലക്കി കളഞ്ഞു. ഈ പാട്ട് പാടിയപ്പോഴാണ് ഫ്ലവേഴ്സ് ചാനല് ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, കോമഡി ഉത്സവം. അങ്ങനെ അതിൽ വിളിച്ചായിരുന്നു മോനെ. ഇപ്പൊ എത്രത്തോളം പ്രോഗ്രാമുകൾ ചെയ്തു? TV പ്രോഗ്രാം ഇപ്പൊ കോമഡി ഉത്സവവും ടോപ്പ് സിംഗറും ആണ്. ഇപ്പൊ പല പല പരിപാടികളിലേക്ക് ഓഡീഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ സ്റ്റേജുകളിലൊക്കെ പ്രോഗ്രാമിന് ഇപ്പൊ പോവാറില്ലേ? സ്റ്റേജിൽ അവനിപ്പോ ഈ ഒരു വന്നതിന് ശേഷം, ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് വന്നതിന് ശേഷം ആകെ ഒരു 2 പ്രോഗ്രാമേ ചെയ്തിട്ടുള്ളൂ. വേറൊന്നും അങ്ങനെ വിളിച്ചിട്ടില്ല ആരും. വേറെ ആളുകൾ അറിഞ്ഞിട്ടില്ലടാ ഇങ്ങനെ ഒരു മാണിക്കക്കല്ല് നമ്മുടെ നാട്ടിലുണ്ടെന്ന്.
വരും, എല്ലാവരും വരും. അന്വേഷിച്ച് ഇവിടെ വണ്ടികൾ ഇവിടെ നിരന്ന് കിടക്കുന്ന സമയം വരാൻ പോവുക. എന്തായാലും ഏറ്റവും അതായത് ടോപ്പ് സിംഗറിൽ പാടിയപ്പോൾ ജഡ്ജസ് ഒക്കെ ഏറ്റവും കൂടുതൽ അഭിപ്രായം പറഞ്ഞ പാട്ട് ഏതായിരുന്നു? 2 എണ്ണം ഉണ്ട്. ഏതായിരുന്നു? രാത്തിങ്കൾ പൂത്താലിയും പിന്നെ കരളെ നിൻ കൈ പിടിച്ച. ഓക്കെ, എനിക്ക് രണ്ടും ഒരു കുറച്ച് പാടി തരുമോ? രാത്തിങ്കൾ പൂത്താലി ചാർത്തി കണ്ണിൽ നക്ഷത്ര നിറദീപം നീട്ടി. രാത്തിങ്കൾ പൂത്താലി ചാർത്തി കണ്ണിൽ നക്ഷത്ര നിറദീപം നീട്ടി. നാലില്ല കോലായിൽ പൂവേലി പുൽപ്പായിൽ നവമിനിലാവേ നീ വിരിഞ്ഞു നെഞ്ചിൽ നറുജപതീർത്ഥമായി നീ നിറഞ്ഞു. രാത്തിങ്കൾ പൂത്താലി ചാർത്തി കണ്ണിൽ നക്ഷത്ര നിറദീപം നീട്ടി. ഓ, ഇത് പറഞ്ഞപ്പോ ആരാണ് ഏറ്റവും കൂടുതൽ അഭിപ്രായം പറഞ്ഞത്? MG സാറ്, പിന്നെ ശരത് സാറ്, എല്ലാരും പറഞ്ഞു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. ഓക്കെ, പിന്നെ മറ്റേ കരളെ നീ. ഇനി വരും വസന്തരാവിൽ നിന്റെ സ്നേഹജന്മമാകെ സ്വന്തമാക്കുവാൻ ഞാൻ വരും. ചിറകുണരാ പെൺപിറാവായി ഞാനിവിടെ കാത്തു നിൽക്കാം. മഴവില്ലിൻ പൂഞ്ചിറകിൽ ഞാനരികത്തായോടിയെത്താം. ഇനി വരുവോളം നിനക്കായി ഞാൻ തരും നിതൻ സ്വരം. അലീന അലീന അലീന. കരളെ നിൻ കൈ പിടിച്ചാൽ കടലോളം വെണ്ണിലാവ്. ഉൾക്കണ്ണിൻ കാഴ്ചയിൽ നീ കുറുകുന്നൊരു വെൺപിറാവ്. രാത്തിങ്കൾ പൂത്താലി പാട്ട് പാടിയപ്പോ MG സാർ കൈ കിടന്ന് മോതിരി കൊടുത്തായിരുന്നു. ആണോ? അമ്പടാ, മോതിരം കൂടെ സ്വർണ്ണല്ല, എന്നാലും എന്തോ ആയിക്കോട്ടെ. MG സാറിന്റെ ഇതൊക്കെ അങ്ങനെ ഗിഫ്റ്റ് കിട്ടിയില്ലേ? മിടുക്കൻ. അച്ഛൻ പാട്ട് പാടുമോ? പാടുമല്ലോ. പഴയൊരു മ്യൂക്രിക്കാരാണ് അല്ലേ? ആദ്യമൊക്കെ പറയായിരുന്നു മ്യൂക്രി. ഇങ്ങനെ ട്രൂപ്പുകളിലൊക്കെ വർക്ക് ചെയ്യില്ല, പോയിട്ട് മ്യൂക്രി ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ എന്താ നിർത്തിയേ? പിന്നെ മാറിയാണ്. കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണോ ഒരു തിരക്കുകളായി കംപ്ലീറ്റ്? എന്തായാലും എല്ലാം നോക്കി തിരിച്ചുകൊണ്ടിരണം. എന്തായാലും ശിവജിക്കാണെങ്കിലും ഇപ്പൊ ഇതെല്ലാം ഒന്ന് മാറിക്കഴിഞ്ഞിട്ട് പഴയതിനെക്കാട്ടി ഉഷാറായിട്ടൊരു വരവുണ്ട്. ആ വരവിൽ ഞങ്ങൾ വീണ്ടും വരുന്നുണ്ട്, ഒന്നും കൂടി നിങ്ങളെ 3 പേരും കൂടി പങ്കെടുപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്താണ് മോന്റെ അടുത്ത പ്ലാൻ? എന്താണ് അടുത്ത പ്ലാൻ എന്ന് വെച്ചാ ഇങ്ങനെ കഴിഞ്ഞു വരുന്ന റിയാലിറ്റി ഷോയിലൊക്കെ പോണം. എന്നിട്ട് നല്ലോണം പാടി പിന്നെ ഒരു 16 ദിവസം കഴിയാൻ പിന്നെ സ്റ്റാർ സിംഗറിലൊക്കെ പോയി നല്ലൊരു പാട്ടുകാരനാണ്. നല്ലൊരു പാട്ടുകാരനാണോ? നല്ല പാട്ടുകാരനാണ്ട. നമ്മുടെ സ്കൂളിലൊക്കെ സ്റ്റാർ ആയില്ലേ? ഒരുപാട് കുട്ടികളൊക്കെ വന്നിട്ട് ഇങ്ങനെ പേരൊക്കെ ചോദിക്കാറ്, മറ്റേ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ടോ? ഉണ്ട്. പുറത്തൊക്കെ പോകുമ്പോ ആളുകളൊക്കെ വന്നിട്ട് ആ ഒരു സ്റ്റാർ വാല്യൂ ആയല്ലേ? ചിലരൊക്കെ വന്നിട്ട് ഞാൻ അവിടെ ആരില്ലെന്ന് വെച്ച് ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ട്. മിടുക്കൻ. അപ്പൊ എന്തായാലും എല്ലാവരും ലോകത്ത് എവിടെ ചെന്നാലും ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ പുതിയട്ടായിരുന്നു കേട്ടോ. എന്തായാലും എല്ലാം വിചാരിച്ച പോലെ എല്ലാം നടക്കൂട്ടോ. ഒന്നും വിഷമിക്കണ്ട, ഇതെല്ലാം ശരിയാവും കേട്ടോ. അതിനല്ലേ നമ്മുടെ ചുറ്റും ഒരുപാട് സ്നേഹമുള്ളതും നന്മയുള്ളതായിട്ടുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും കേട്ടോ. അപ്പൊ എന്തായാലും വളരെ വളരെ സന്തോഷം. എന്തായാലും എനിക്ക് ഇവിടെ വരാൻ പറ്റിയതിൽ മാത്രമല്ല, എനിക്ക് ഇത്രയും വലിയൊരു കലാകാരനെയും ഒരു കലാ ഫാമിലിനെയും എനിക്ക് നേരിട്ട് കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ കൂടെ കുറച്ചു നേരം എനിക്ക് ഈ പാട്ടൊക്കെ നേരിട്ട് കേൾക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വലിയ കാര്യം, ഞാനൊക്കെ വലിയ കാര്യമായിട്ടാണ് കാണുന്നത്. എന്തായാലും മോനെ ഒരുപാട് പേരെങ്കിലേക്ക് എത്തും കേട്ടോ. താങ്ക് യു.